നമ്മുടെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ മലബാർ ഭാഗത്ത് ബിരിയാണിക്കും നെയ്ച്ചോറിനും ഒക്കെ കൂടെ കഴിക്കുന്നൊരു അച്ചാറാണ്. കിഡിലൻ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കണ്ടോ, ആ ഒരു കളറ് കണ്ടോ? നല്ല മധുരവും ആവശ്യത്തിന് എരിവും പുളിയായിട്ടൊക്കെ ഉള്ളൊരു അച്ചാറാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് മലബാർ ഭാഗത്തൊക്കെ കിട്ടുന്ന ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാം തരം ഒരു ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല മധുരവും എരിവും പുളിയൊക്കെ ഉള്ള നല്ലൊരു അച്ചാറാണ്. നമുക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് നോക്കാം. ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 3 ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു വലുപ്പത്തിനുള്ള ഒരു 3 ബീട്രൂട്ട് തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഡേറ്റ്സ് ആണ്, നമ്മുടെ ഈന്തപ്പഴം. അത് നമ്മൾ എടുക്കുന്ന ബീട്രൂട്ടിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈന്തപ്പഴം എടുക്കാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി എത്ര കൂട്ടി എടുക്കുന്നോ അത്രയും നമ്മുടെ അച്ചാറിന് ടേസ്റ്റാണ്. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട 3 ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ബീട്രൂട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഡേറ്റ്സ് എല്ലാം അതിൻ്റെ കുരു കളഞ്ഞിട്ട് വെക്കുക. കുരു കളഞ്ഞ് വെച്ചിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ആദ്യമേ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. നമുക്ക് ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതേപോലെ ഒരു പരുവത്തിലൊന്ന് അരച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചെറു ചൂടുവെള്ളം നന്നായിട്ട് ചൂടാക്കി തണുപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു എന്താ പറയുക, നല്ല കുറച്ച് ലൂസായിട്ട് നമുക്കിതൊന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളത് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ അച്ചാർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അച്ചാർ തയ്യാറാക്കാനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയിലാണ് അച്ചാറൊക്കെ തയ്യാറാക്കുന്നത്. കാരണം ഇത് ഒത്തിരി നാളൊന്നും ഇവിടെ ഇരിക്കത്തില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ തീരും. അതുകൊണ്ട് നോർമലി ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. കുറേ നാളൊക്കെ ഇരിക്കാനാണെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവാൻ നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ, ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീട്രൂട്ടൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ അതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നത് മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. വലിയ സ്പൂണിൽ വലുതായിട്ട് കോരിയെടുത്തിട്ടുണ്ട്. ഇത് എന്താണ്, കാശ്മീരി ചില്ലിയും നമ്മുടെ എരിവുള്ള മുളകും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ എരിവും ഉണ്ടാവും കളറും ഉണ്ടാവും. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കായപ്പൊടി, കരിഞ്ഞു പോവാതെ അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മറന്ന് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഇത് വിനാഗിരിയും മറ്റേ തിളപ്പിച്ചാറ്റിയ വെള്ളം കൂടി ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. 2 സ്പൂൺ വിനാഗിരിയും ബാക്കി വെള്ളമാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ മിക്സിയിലിട്ട് അരച്ച് വെച്ചിട്ടുള്ള ഡേറ്റ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഡേറ്റ്സിൻ്റെ മധുരമാണ് നമ്മുടെ അച്ചാറിന് ഉണ്ടാകുന്നത്. നമ്മുടെ അച്ചാർ ഏകദേശമൊക്കെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ എടുക്കാം. കുറച്ച് ലൂസായിട്ടാണെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാം. വെള്ളം എന്ന് വെച്ചാൽ ചൂടുവെള്ളം മാത്രമേ, അതായത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഞാൻ നമ്മുടെ ഡേറ്റ്സിൻ്റെ അതിനകത്ത് കുറച്ച് ചൂടുവെള്ളം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഉപ്പ് ഏറ്റവും ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ അച്ചാറിലോട്ട് കടുകൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിക്കോണം. ഇതൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടാണ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനെന്ത് ഈ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.